ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എല്ലാ വർഷവും നമ്മൾ കുരിശിൻ്റെ വഴി വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാറുണ്ട്. വീണ്ടും ജീവിതം പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാറുമുണ്ട്. വചനാധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തിന് കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മൾ ചൊല്ലിക്കുന്ന കുരിശിൻ്റെ വഴിക്കും നൊവേനകൾക്കും ഒക്കെ അർത്ഥമുണ്ടാവുക. ഇന്ന് ഈശോ തമ്പുരാൻ നമ്മളോട് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികം നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈശോ പറയുവാണ്, ഞാൻ ചോദിക്കുന്നത് എല്ലാം തരുമെന്ന് നിങ്ങളോട് പറയുമ്പോഴും എന്താണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ത്യാഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ആയി നമ്മൾ നേടിയെടുത്ത പല സംഭവങ്ങളും അനുഗ്രഹങ്ങളും പിന്നീട് ഒരിക്കൽ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധപൂർവം യാചിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും മുൻപ് അത് ഞാനെന്ന വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ നന്മയുണ്ടാകും, എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് നന്മ ഉളവാക്കുന്നതാണോ, അതോ അത് വെറുമൊരു ആഗ്രഹം മാത്രമാണോ എന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള ഏക മാർഗം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. നന്നായിട്ട് സംസാരിക്കണമെന്നും കരുണയോടുകൂടി നമ്മളോട് പെരുമാറണമെന്നും നമ്മളെ കരുതണമെന്നും നമ്മളെ നന്നായി ശ്രവിക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടും അതുപോലെ തന്നെ മറ്റു മനുഷ്യർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രമാണ് തമ്പുരാന്റെ സന്നിധിയിൽ ആ നന്മകൾ മറ്റുള്ളവർക്ക് നിർലോഭം പകർന്നു കൊടുക്കുക. അങ്ങനെ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളാൽ കഴിയുമെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കുന്നത്. ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മയിലുമുള്ള ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.